എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. പ്രത്യേകമായ ആത്മശോധന. ധ്യാനത്തിൻ്റെ തന്നെ തുടർച്ച. കരുണാധരനായ ക്രിസ്തുവുമായി എന്നെ ഐക്യപ്പെടുത്തുക. അവിടുത്തെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനത്തെ പ്രതി ലോകം മുഴുവനും വേണ്ടി സ്വർഗസ്ഥനായ പിതാവിനോട് ഞാൻ കരുണ യാചിക്കും. നിബന്ധനകളിൽ 1. കർശനമായ നിശബ്ദത പാലിക്കുക. എൻ്റെ അന്തഃസത്തയുടെ ആഴങ്ങളെ ഞാൻ പരിശോധിക്കണം. യേശുവുമായി ഐക്യപ്പെട്ടുകൊണ്ട് എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയണം. അവിടുത്തോടു കൂടി അവിടുന്നിലൂടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓ കർത്താവേ, എൻ്റെ സ്നേഹമേ, അവിടുത്തെ അത്യഗാധമായ കരുണയുടെ ഉറവയിൽ നിന്ന് കൃപയുടെ സമൃദ്ധിയെ സ്വീകരിക്കുവാൻ എന്നെ അനുവദിച്ച ഈ ദിവസത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ ഈശോയെ, ഇന്ന് മാത്രമല്ല ഓരോ നിമിഷവും അങ്ങയുടെ ആഴമളക്കാനാവാത്ത കരുണയിൽ നിന്ന് ആത്മാവിനും ശരീരത്തിനും വേണ്ടതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. ജൂലൈ 7, 1937. സംശയങ്ങളുടെ നടുവിൽ, അതായത് ആത്മാവ് ബലഹീനമാകുന്ന സന്ദർഭങ്ങളിൽ ഈശോയോട് തന്നെ പ്രവർത്തിക്കാൻ അത് ആവശ്യപ്പെടട്ടെ. ആത്മാവ് ദൈവകൃപയുടെ ശക്തിയാൽ പ്രവർത്തിക്കേണ്ടതാണെന്ന് അതിന് അറിയാമെങ്കിലും ചില സമയങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായി വിട്ടുകൊടുക്കുന്നതാണ് ഉത്തമം. ജൂൺ 15, 1937. ഒരിക്കൽ എന്നെ മറ്റൊരു മഠത്തിലേക്ക് സ്ഥലം മാറ്റുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഇത് പൂർണ്ണമായും ആന്തരികമായ ഒരറിവായിരുന്നു. അതേസമയം തന്നെ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ സ്വരം കേട്ടു: എൻ്റെ മകളെ, ഭയപ്പെടരുത്. നീ ഇവിടെ ആയിരിക്കണമെന്നത് എൻ്റെ ഹിതമാണ്. മാനുഷികമായ ആസൂത്രണങ്ങൾ വിഫലമാകും, എന്തെന്നാൽ അവ എൻ്റെ ഹിതമനുസരിച്ചുള്ളവ ആയിരിക്കണം. ഞാൻ കർത്താവിൻ്റെ അടുത്തായിരുന്നപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞു: നിന്നോട് ചെയ്യാൻ ഞാൻ കൽപ്പിച്ച ജോലി ആരംഭിക്കാൻ നീ ഭയപ്പെടുന്നതെന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു: ഈശോയെ, ഈ സന്ദർഭങ്ങളിലെല്ലാം അങ്ങ് എന്നെ തനിയെ വിട്ടിട്ട് പോകുകയും അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുന്നതെന്തുകൊണ്ടാണ്? എൻ്റെ മകളെ, ഏറ്റവും രഹസ്യാത്മകമായ നിൻ്റെ ഹൃദയാന്തർഭാഗത്തിൽ എന്നെ ദർശിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലും ഞാൻ അവിടെ ഇല്ലെന്ന് നിനക്ക് പറയാൻ സാധ്യമല്ല. എൻ്റെ സാന്നിധ്യബോധം നിന്നിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റുന്നു എന്നേയുള്ളൂ. അത് എൻ്റെ ഹിതം അനുവർത്തിക്കുന്നതിന് തടസ്സമാകരുത്. എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നു. പിന്നീട് നിനക്കിത് മനസ്സിലാകും. എൻ്റെ മകളെ, സംശയലേശമെന്നെ എന്നേക്കും ഇത് മനസ്സിലാക്കുക: മാരക പാപത്തിനല്ലാതെ മറ്റൊന്നിനും ഒരാത്മാവിൽ നിന്ന് എന്നെ പുറത്താക്കാൻ സാധ്യമല്ല. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു: എൻ്റെ മകളെ, എൻ്റെ ആനന്ദവും സന്തോഷവുമേ, നിനക്ക് കൃപകൾ നൽകുന്നതിൽ നിന്ന് ഒന്നും എന്നെ തടസ്സപ്പെടുത്തുകയില്ല. നിന്റെ ദുരിതാവസ്ഥ എൻ്റെ കരുണയ്ക്ക് പ്രതിബന്ധമല്ല. എൻ്റെ മകളെ, എഴുതുക. ഒരാത്മാവിൻ്റെ ദയനീയത എത്ര അധികമാണോ അത്രയും ശക്തമാണ് എൻ്റെ കരുണയ്ക്കുള്ള അതിൻ്റെ അവകാശവും. എല്ലാ ആത്മാക്കളെയും രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആഴമളക്കാനാവാത്ത എൻ്റെ കരുണാസാഗരത്തിൽ ശരണപ്പെടുന്നതിന് എല്ലാവരെയും പ്രേരിപ്പിക്കുക. കുരിശിൽ വച്ച് കുന്തത്താൽ തുറക്കപ്പെട്ട എൻ്റെ കരുണയുടെ പ്രവാഹം ഒരാളെപ്പോലും തിരസ്കരിക്കാതെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ളതാണ്. ഓ ഈശോയെ, ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസമാണെന്ന് കരുതിക്കൊണ്ട് ഈ നിമിഷം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി ഓരോ നിമിഷവും സൂക്ഷ്മമായി ജീവിക്കാനും എൻ്റെ ആത്മാവിൻ്റെ നന്മയ്ക്കായി എല്ലാ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്താനും ഞാൻ ആശിക്കുന്നു. ദൈവഹിതപ്രകാരമല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന കാഴ്ചപ്പാടിൽ എല്ലാം നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്യഗാധമായ കരുണയുടെ ദൈവമേ, സർവ്വലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് ഈശോയുടെ കരുണാർദ്രമായ ഹൃദയത്തിലൂടെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. മുമ്പുണ്ടായ ഒരനുഭവം. സായാഹ്നത്തിൽ ക്രൂശിതനായ ഈശോനാഥനെ ഞാൻ ദർശിച്ചു. അവിടുത്തെ കരങ്ങളിൽ നിന്നും പാദങ്ങളിൽ നിന്നും പാർശ്വത്തിൽ നിന്നും തിരുരക്തം ഒഴുകിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഈശോ എന്നോട് പറഞ്ഞു: ഇതെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയാണ്. എൻ്റെ മകളെ, അവരുടെ രക്ഷയ്ക്കു വേണ്ടി നീ എന്താണ് ചെയ്യുന്നതെന്ന് നന്നായി ചിന്തിക്കുക. ഞാൻ പറഞ്ഞു: ഈശോയെ, അങ്ങയുടെ പീഡാസഹനം കാണുമ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു.
കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, എൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടുള്ള നിന്റെ അനുദിനമുള്ള നിശബ്ദ രക്തസാക്ഷിത്വം അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. നിന്റെ സഹനം നിന്റെ ശക്തിക്കതീതമാണെന്ന് നിനക്ക് തോന്നുമ്പോൾ എൻ്റെ മുറിവുകളെപ്പറ്റി ധ്യാനിക്കുക. മാനുഷികമായ വിധികൾക്കും നിന്ദനങ്ങൾക്കും ഉപരിയായി നീ ഉയരും. എൻ്റെ പീഡാസഹനത്തെപ്പറ്റിയുള്ള ധ്യാനം എല്ലാറ്റിനും ഉപരിയായി ഉയരാൻ നിന്നെ സഹായിക്കും. മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന വളരെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ജൂലൈ 9, 1937. ഇന്ന് രാത്രി മരണം പ്രാപിച്ച സിസ്റ്റേഴ്സിൽ ഒരാൾ വന്ന് ഒരു ദിവസം ഉപവസിക്കുന്നതിനും ആ ദിവസത്തെ എൻ്റെ എല്ലാ ആത്മീയ അഭ്യാസങ്ങളും അവൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതിനും എന്നോട് അപേക്ഷിച്ചു. ഞാനതിന് സമ്മതിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ മുതൽ എല്ലാ പ്രാർത്ഥനകളും അവരുടെ നിയോഗത്തിനായി സമർപ്പിച്ചു. പരിശുദ്ധ കുർബാനയുടെ മധ്യേ ആ ആത്മാവ് അനുഭവിക്കുന്ന പീഡനം ചെറിയ തോതിൽ എനിക്ക് അനുഭവവേദ്യമായി. ദൈവവുമായി ഒന്നാകാനുള്ള മരണതുല്യമായ അഭിവാജ്ഞയും തീവ്രമായ ദാഹവും ഞാൻ അനുഭവിച്ചു. ഈ അനുഭവം വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. എങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ തീവ്രമായ അഭിലാഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വിശുദ്ധ കുർബാന കഴിഞ്ഞയുടനെ തന്നെ മദർ സുപ്പീരിയറിനോട് ഉപവസിക്കാനുള്ള അനുവാദം ഞാൻ ചോദിച്ചു. എന്നാൽ എൻ്റെ അസുഖം മൂലം എനിക്കത് ലഭിച്ചില്ല. ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: സിസ്റ്റർ, നീ ഉപവസിച്ചിരുന്നെങ്കിൽ രാത്രി വരെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നില്ല. എന്നാൽ നിന്റെ ഉപവസിക്കാതിരുന്നുള്ള അനുസരണം മൂലം എനിക്ക് ഉടനെ തന്നെ ആശ്വാസം ലഭിച്ചു. അനുസരണത്തിന് വലിയ ശക്തിയുണ്ട്. ഈ വാക്കുകൾക്ക് ശേഷം ഞാൻ ഇപ്രകാരം കേട്ടു: ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ. ഞാൻ പലപ്പോഴും പോളണ്ടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതിൻ്റെ നന്ദിഹീനത മൂലം ദൈവത്തിന് അതിനോട് കോപമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ആത്മാവിൻ്റെ സർവ്വശക്തിയോടുകൂടി ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അവിടുത്തെ കരുണയുടെ വാഗ്ദാനത്തെക്കുറിച്ച് ഞാൻ നിരന്തരം ദൈവത്തെ ഓർമ്മപ്പെടുത്തി. അവിടുത്തെ കോപം കാണുമ്പോൾ എന്നെ തന്നെ അവിടുത്തെ കരുണയുടെ അത്യഗാധതയിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുകയും പോളണ്ടിനെ മുഴുവനും അതിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അവിടുത്തേക്ക് തൻ്റെ നീതി നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നു. എൻ്റെ രാജ്യമേ, നീ എനിക്ക് എത്ര വിലപ്പെട്ടതാണ്! ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ഒരു വാചകം: മാനുഷികമായ എല്ലാ മാർഗങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് നമ്മുടെ ശക്തിക്കതീതമായ കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടാണ് കർത്താവ് എപ്പോഴും ഒരു ദൗത്യം നിർവഹിക്കുന്നത്. ഈശോ നീരൊഴുക്കിൽ നിന്നെന്ന പോലെ എൻ്റെ എല്ലാ മുറിവുകളിൽ നിന്നും ആത്മാക്കൾക്കായുള്ള കരുണ ഒഴുകുന്നു. പക്ഷേ അത്യഗാധമായ കരുണയുടെ ഉറവ എൻ്റെ ഹൃദയത്തിലെ മുറിവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആത്മാക്കൾക്കുള്ള എല്ലാ കൃപകളും ഈ ഉറവയിൽ നിന്നാണ് പ്രവഹിക്കുന്നത്. അനുകമ്പയുടെ അഗ്നിനാളങ്ങൾ എന്നിൽ കത്തിയെരിയുന്നു. ആത്മാക്കളുടെ മേൽ അവ ചൊരിയാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനോടും എൻ്റെ കരുണയെപ്പറ്റി പറയുക. നാം ജീവിക്കുന്നിടത്തോളം കാലം ദൈവസ്നേഹം നമ്മിൽ വർദ്ധിക്കുന്നു. മരണം വരെ ദൈവസ്നേഹത്തിനായി നാം അധ്വാനിക്കണം. സ്നേഹത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾക്ക് അവരുടെ ആത്മാവിലും മറ്റുള്ളവരുടെ ആത്മാവിലുമുള്ള ദൈവിക കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ജ്ഞാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷരജ്ഞാനമില്ലാത്ത എളിയ ആത്മാക്കൾ അവരുടെ ജ്ഞാനത്തിന് പ്രശസ്തരാണ്. കുരിശിൻ്റെ വഴിയിലെ 14-ാം സ്ഥലം ഈശോ മണ്ണിനടിയിലാകുകയാണെന്ന അസ്വസ്ഥമായ ചിന്ത എനിക്കുണ്ടാകുന്നു. എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുമ്പോൾ ഞാൻ ഇപ്രകാരം മാത്രം ചിന്തിക്കുന്നു: ഈശോ നല്ലവനും കരുണാസമ്പന്നനുമാണ്. എൻ്റെ കാൽക്കീഴിൽ ഭൂമി പിളർന്നു പോയാലും ഞാൻ ഈശോയിൽ ആശ്രയിക്കും. ഇന്ന് ഞാൻ ഈ വാക്കുകൾ കേട്ടു: എൻ്റെ മകളെ, എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമേ, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിൻ്റെ ആത്മാവിനെ നോക്കിക്കാണുന്നത്. നീ കാരണം മാത്രമാണ് ഞാൻ അനേകം കൃപകൾ വർഷിക്കുന്നത്. നീ മൂലം മാത്രമാണ് എൻ്റെ ശിക്ഷകൾ പിൻവലിക്കുക കൂടി ചെയ്യുന്നത്. എൻ്റെ നീതിയെ ന്യായീകരിക്കുന്ന ശിക്ഷകൾ നടപ്പിലാക്കാനാവാതെ നീ എന്നെ തടയുന്നു. നിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ കരങ്ങളെ നീ ബന്ധിക്കുന്നു. ജൂലൈ 13, 1937.
സംശയമുളവാക്കിയിരുന്ന പല ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും എന്നോട് ചോദിച്ച സിസ്റ്റേഴ്സിൽ ഒരാളോട് എപ്രകാരം പെരുമാറണമെന്ന് ഇന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. യഥാർത്ഥത്തിൽ പ്രശ്നം ഇതായിരുന്നു. മറ്റ് സിസ്റ്റേഴ്സിനോട് എന്നെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഈ കാര്യങ്ങളെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം അവൾക്കറിയണമായിരുന്നു. ഒന്നുമല്ലെങ്കിലും ഞാൻ അവളോട് പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കാതെയും കൂട്ടാതെയും അതേപോലെ അവൾ ആവർത്തിച്ചിരുന്നെങ്കിൽ അവളെക്കുറിച്ച് ജാഗ്രതയുണ്ടായിരിക്കണമെന്ന് ഈശോ എനിക്ക് മുന്നറിയിപ്പ് നൽകി. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. എന്തെന്നാൽ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ആ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമാകൂ. എൻ്റെ ഈശോയെ, അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തെ ഒന്നിനും താഴ്ത്തിക്കെട്ടാൻ സാധ്യമല്ല. എൻ്റെ വഴി വളരെ മുള്ളുകൾ നിറഞ്ഞതാണെങ്കിലും മുന്നോട്ട് പോകാൻ ഞാൻ ഭയപ്പെടുകയില്ല. ഞെരുക്കങ്ങളുടെ ഒരു കൽക്കൂമ്പാരം തന്നെ എന്നെ പൊതിഞ്ഞാലും എൻ്റെ സ്നേഹിതർ എന്നെ പരിത്യജിച്ചാലും എല്ലാം എനിക്ക് പ്രതികൂലമാണെങ്കിലും ചക്രവാളം കറുത്തിരുണ്ടാലും ഭീതിജനകമായ കൊടുങ്കാറ്റിരമ്പി വന്നാലും തനിയെയാണെന്ന് തോന്നിയാലും ഞാൻ ധൈര്യം അവലംബിക്കും. ശാന്തതയോടെ ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കും. എൻ്റെ ദൈവമേ, പ്രത്യാശ എന്നെ നിരാശപ്പെടുത്തുകയില്ല. ഇന്ന് ഊട്ടുമുറിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സിസ്റ്റർ എന്നെ സമീപിച്ചപ്പോൾ തിരുമുറിവുകളുടെ സ്ഥാനങ്ങളിൽ കടുത്ത വേദന എനിക്ക് അനുഭവപ്പെട്ടു. ആ സിസ്റ്ററിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ അവൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. കൊടുങ്കാറ്റ് പെട്ടെന്ന് ശാന്തമാകുന്നു. കഴിഞ്ഞ രാത്രി ശക്തമായ കൊടുങ്കാറ്റുണ്ടായി. ഞാൻ തറയിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് സകല വിശുദ്ധരുടെയും ലുത്തിനിയെ ചൊല്ലാൻ ആരംഭിച്ചു. ലുത്തിനിയായുടെ അവസാനമായപ്പോൾ ഞാൻ പാതി ഉറക്കത്തിലായി. ആ പ്രാർത്ഥന പൂർത്തിയാക്കാൻ ഒരു തരത്തിലും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുക. എന്തെന്നാൽ അങ്ങയുടെ കുഞ്ഞിനെ തുടർന്ന് പ്രാർത്ഥിക്കാൻ ശക്തിയില്ല. ഉറക്കം മൂലം ഞാൻ തളർന്നു പോയിരിക്കുന്നു. അതിനുശേഷം കൊളുത്തിട്ട് ഉറപ്പിക്കാതെ തന്നെ ജനാല ഞാൻ മലർക്കെ തുറന്നിട്ടു. ഒരു സിസ്റ്റർ ഫബിയോള പവലക്ക് ആയിരിക്കാം, എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നീ എന്താണ് ചെയ്യുന്നത്? തീർച്ചയായും കാറ്റ് ജനാല ഇളക്കി പറിച്ചു കളയും. സമാധാനത്തോടെ ഉറങ്ങിക്കൊള്ളാൻ ഞാൻ അവളോട് പറഞ്ഞു. ഉടനെ തന്നെ കൊടുങ്കാറ്റ് പൂർണ്ണമായും അടങ്ങി. പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചതെന്നറിയാതെ കൊടുങ്കാറ്റ് പെട്ടെന്ന് ശാന്തമായതിനെക്കുറിച്ച് സിസ്റ്റേഴ്സ് സംസാരിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഞാൻ ചിന്തിച്ചു, ഈശോയും എളിയ ഫൗസ്റ്റീനായും എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നു. 20 ജൂലൈ 1937 റാബ്കായിലോട്ട് പോകണമെന്നത് ഞാനിന്നറിഞ്ഞു. ആഗസ്റ്റ് 5 ശേഷമാണ് ഞാൻ പോകേണ്ടിയിരുന്നത്. എന്നാൽ ഉടനെ തന്നെ പോകാനുള്ള അനുവാദം ഞാൻ മദർ സുപ്പീരിയറിനോട് ചോദിച്ചു. ഫാദർ ആൻഡ്രാഷിനെ കാണുക പോലും ചെയ്തിരുന്നില്ല. കഴിയുന്നതും വേഗം പോകാനുള്ള അനുവാദം ഞാൻ അവരോട് ചോദിച്ചു. ഇത്ര വേഗം പോകാൻ തിടുക്കം കൂട്ടുന്നതിൽ മദർ സുപ്പീരിയർ വിസ്മയിച്ചെങ്കിലും അപ്രകാരം ആവശ്യപ്പെട്ടതിൻ്റെ കാരണം ഞാൻ വിശദമാക്കിയില്ല. അത് എന്നേക്കും ഒരു രഹസ്യമായിരിക്കും. ഈ സാഹചര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. അത് നിറവേറ്റാൻ തന്നെ നിശ്ചയിച്ചു. ജൂലൈ 29 ഇന്ന് റാബ്കായിലേക്ക് ഞാൻ പോകുകയാണ്. ചാപ്പലിൽ പ്രവേശിച്ച് ഈശോനാഥനോട് സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ എൻ്റെ ആത്മാവിൽ നിശബ്ദതയും അന്ധകാരവുമായിരുന്നു. തികച്ചും ഏകാന്തത അനുഭവപ്പെട്ടു. സഹായത്തിന് ആരുമില്ലെന്ന തോന്നൽ. ഞാൻ ഈശോയോട് എന്നോടൊത്തായിരിക്കാൻ അപേക്ഷിച്ചു. അപ്പോൾ ഈശോ എൻ്റെ കൂടെയുണ്ടെന്നതിൻ്റെ അടയാളമായി നേരിയ ഒരു പ്രകാശം എൻ്റെ ആത്മാവിൽ തെളിഞ്ഞു. എന്നാൽ ഈ കൃപയ്ക്ക് ശേഷം എൻ്റെ ആത്മാവിലെ അന്ധകാരവും നിഴലുകളും വർദ്ധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഹിതം നിറവേറട്ടെ, എന്തെന്നാൽ അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. തീവണ്ടിയിലിരുന്ന് മനോഹരമായ ഗ്രാമപ്രദേശവും മലകളും കണ്ടപ്പോൾ എൻ്റെ ആത്മാവിലെ പീഡകൾ വീണ്ടും വർദ്ധിച്ചു. സിസ്റ്റേഴ്സ് എന്നെ സ്വാഗതം ചെയ്ത് അവരുടെ സ്നേഹവായ്പകളാൽ എന്നെ പൊതിഞ്ഞപ്പോൾ സഹനം ഇരട്ടിച്ചു. ഏകാന്തതയിൽ മറിഞ്ഞിരുന്ന് വിശ്രമിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ തനിയെ ആയിരിക്കാൻ ഞാൻ ആശിച്ചു. അപ്രകാരമുള്ള നിമിഷങ്ങളിൽ ഒരു സൃഷ്ടിക്കും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നെപ്പറ്റി എന്തെങ്കിലും പറയാൻ ആഗ്രഹിച്ചാലും അതെനിക്ക് അധിക വേദനയ്ക്ക് കാരണമാകുമായിരുന്നു. അതിനാൽ ആ നിമിഷങ്ങളിൽ ഞാൻ മൗനം പാലിച്ച് ദൈവ തിരുമനസ്സിന് എന്നെ തന്നെ സമർപ്പിച്ചു. അതെനിക്ക് ആശ്വാസം നൽകി. ഞാൻ സൃഷ്ടികളിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല.
അത്യാവശ്യത്തിനു മാത്രം അവയുമായി സമ്പർക്കം പുലർത്തുന്നു. ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനല്ലാതെ അവയിലൊന്നും വിശ്വാസം അർപ്പിക്കുന്നില്ല. മാലാഖമാരുമായിട്ടാണ് എൻ്റെ സമ്പർക്കം. ഇവിടെ എനിക്ക് തീരെ സുഖം തോന്നുന്നില്ല. എപ്പോഴും കിടക്കയിൽ തന്നെ കഴിയേണ്ടി വരുന്നു. നെഞ്ചു മുഴുവനിലും തീവ്രമായ വേദന അനുഭവപ്പെടുന്നു. കൈ അനക്കാൻ പോലും കഴിയുന്നില്ല. ഒരു രാത്രി മുഴുവനും അനങ്ങാതെ കിടക്കേണ്ടി വന്നു. എന്തെന്നാൽ അനങ്ങിയാൽ നെഞ്ചിലുള്ളതെല്ലാം പൊട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നി. രാത്രിക്ക് ഒരവസാനവുമില്ലാത്ത പോലെ എന്നെ തന്നെ ക്രൂശിതനായ യേശുവുമായി ഐക്യപ്പെടുത്തിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനോട് പാപികൾക്ക് വേണ്ടി അപേക്ഷിച്ചു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത്ര തീവ്രമായ വേദന ഉണ്ടാവുകയില്ലെന്നാണ് പറയുക. എന്നാൽ ഞാൻ നിരന്തരം ഈ തീവ്രമായ വേദന സഹിക്കുന്നു. ഇവിടെ വച്ച് എൻ്റെ ആരോഗ്യം ഇത്രമാത്രം മോശമായതിനാൽ ഞാൻ കിടക്കയിൽ തന്നെ കഴിയണം. റാബ്കായിലെ കാലാവസ്ഥ രോഗികൾക്ക് നല്ലതല്ലാത്തതിനാൽ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയില്ലെന്ന് സിസ്റ്റർ ഹെലൻ ആയിരിക്കാം പറയുന്നു. ഇന്നെനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാനോ ദിവ്യകാരുണ്യം സ്വീകരിക്കാനോ കഴിഞ്ഞില്ല. എന്നാൽ എൻ്റെ ശാരീരികവും ആത്മീയവുമായ സഹനത്തിൻ്റെ നടുവിലും ഞാൻ ഇപ്രകാരം ആവർത്തിച്ചു കൊണ്ടിരുന്നു: കർത്താവിൻ്റെ തിരുമനസ്സ് നിറവേറട്ടെ. അവിടുത്തെ ഔദാര്യം അതിരറ്റതാണെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഒരു മാലാഖ എൻ്റെ ജീവചരിത്രം മുഴുവൻ ആലപിക്കുന്നത് ഞാൻ കേട്ടു. അതിലെല്ലാം ഉൾക്കൊള്ളിച്ചിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒപ്പം ഞാൻ ശക്തിപ്പെടുകയും ചെയ്തു. വിശുദ്ധ യൗസേപ്പിനോട് അചഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കാൻ യൗസേപ്പിതാവ് തന്നെ എന്നെ പ്രചോദിപ്പിച്ചു. അദ്ദേഹം തന്നെ 3 പ്രാർത്ഥനകളും സ്വർഗസ്നായ പിതാവ്, നന്മ നിറഞ്ഞ മറിയം, ത്രിത്വസ്തുതി, എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചൊല്ലാൻ എന്നോട് പറഞ്ഞു. വലിയ ആർദ്രതയോടെ അദ്ദേഹം എന്നെ നോക്കി. കരുണയുടെ ഈ പ്രവർത്തനങ്ങളെ അദ്ദേഹം എത്രമാത്രം സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അദ്ദേഹം തൻ്റെ പ്രത്യേക സഹായവും സംരക്ഷണവും എനിക്ക് വാഗ്ദാനം ചെയ്തു. അദ്ദേഹം നിർദ്ദേശിച്ച പ്രാർത്ഥനകൾ ഞാൻ എല്ലാ ദിവസവും ചൊല്ലുകയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഭവിക്കുകയും ചെയ്യുന്നു. ആഗസ്റ്റ് 1, 1937 ഏകദിന ധ്യാനം. സഹനത്തിൻ്റെ ഒരു ധ്യാനം. ഓ ഈശോയെ, സഹനത്തിൻ്റെ ഈ ദിനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥന ചൊല്ലാൻ ഞാൻ ശക്തയല്ല. എൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പീഡനം വർദ്ധിച്ചിട്ടുണ്ട്. ഓ എൻ്റെ ഈശോയെ, അങ്ങയുടെ കുഞ്ഞിൻ്റെ ബലം ക്ഷയിക്കുകയാണെന്ന് അങ്ങ് കാണുന്നുണ്ടല്ലോ. ഞാൻ മേലിൽ എന്നെ തന്നെ നിർബന്ധിക്കുന്നില്ല. പിന്നെയോ ഈശോയുടെ തിരുമനസ്സിന് എൻ്റെ മനസ്സിനെ നിരുപാധികം വിധേയപ്പെടുത്തുന്നു. ഓ ഈശോയെ, അങ്ങ് എപ്പോഴും എനിക്ക് ഈശോയാണ്. ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ എങ്ങനെ കുമ്പസാരിക്കണമെന്ന് പോലും എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഏതായാലും ആ വൈദികൻ ഫാദർ കാസ്മിർ റാറ്റ്കേവിറ്റ്സ് ആയിരിക്കാം ഉടനെ തന്നെ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോട് പറഞ്ഞു: കാര്യങ്ങൾ ഇപ്രകാരമാണെങ്കിലും നീ രക്ഷയുടെ പാതയിലാണ്, നീ ശരിയായ മാർഗത്തിലാണ്. എന്നാൽ നിന്റെ മരണം വരെ ദൈവം നിന്റെ ആത്മാവിനെ ഈ അന്ധകാരത്തിലും ഇരുളിലും സൂക്ഷിച്ചെന്നും മുമ്പ് ഉണ്ടായിരുന്ന വെളിച്ചം ഒരിക്കലും തിരിച്ചു കിട്ടിയില്ലെന്നും വരാം. എന്നാലും എല്ലാ കാര്യങ്ങളിലും ദൈവ തിരുമനസ്സിന് നിന്നെ തന്നെ സമർപ്പിക്കുക. ഇന്ന് 3 നിയോഗങ്ങൾക്കായി ഞാൻ സ്വർഗാരോപിതയായ മാതാവിൻ്റെ സ്തുതിക്കായി ഒരു നവനാൾ ആരംഭിച്ചു. 1. എനിക്ക് ഡോക്ടർ സൊപ്പോച്കോയെ കാണണം. 2. ദൈവം ഈ പ്രവർത്തനം ത്വരിതപ്പെടുത്തണം. 3. എൻ്റെ രാജ്യത്തിൻ്റെ നിയോഗത്തിനു വേണ്ടി. ആഗസ്റ്റ് 10. ഒരു സിസ്റ്ററിൻ്റെ കൂടെ ഞാനിന്ന് ക്രാക്കോവിലേക്ക് മടങ്ങി പോവുകയാണ്. എൻ്റെ ആത്മാവ് സഹനത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മനസ്സിൻ്റെ പ്രകരണം വഴി ഞാൻ നിരന്തരം ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ശക്തിയും ബലവും. ഓ ദൈവമേ, അവിടുന്ന് എനിക്ക് നൽകുന്ന എല്ലാറ്റിനെയും പ്രതി ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു. അവിടുത്തെ അറിവ് കൂടാതെ സൂര്യൻ്റെ കീഴിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചുള്ള അങ്ങയുടെ രഹസ്യങ്ങളിലേക്ക് കടന്നു വരാൻ എനിക്കാവില്ല. എങ്കിലും അങ്ങ് എനിക്ക് തരുന്ന പാനപാത്രം എൻ്റെ അധരങ്ങൾ സ്വീകരിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു.